നമസ്കാരം. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വലിയ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ്. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ അഗ്നിവീറിന്റെ കുടുംബം. 2023 ഒക്ടോബറിൽ സിയാച്ചിനിയിൽ വെച്ച് വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാദിയുടെ അച്ഛൻ ലക്ഷ്മൺ ഗവാദയാണ് തങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സഹായം വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഗവാദിയുടെ കുടുംബത്തിന് സർക്കാർ 1.08 കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചത്. അക്ഷയ് വീരമൃത്യു വരിച്ച ശേഷം കുടുംബത്തിന് 48 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായി ലഭിച്ചെന്ന് ലക്ഷ്മൺ ഗവാദെ അറിയിച്ചു. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് 10 ലക്ഷം രൂപയും ലഭിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാദം തെറ്റാണെന്നും അവ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രാജ്നാഥ് സിംഗും അമിത്ഷായും സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. സഭയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉടൻ മറുപടി നൽകുകയായിരുന്നു. തുടർന്നാണ് രാഹുലിനെ തള്ളി അക്ഷയ് ഗവാദിയുടെ കുടുംബം രംഗത്തെത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേസറിയിലാണ് അഗ്നിവീർ അക്ഷയ് ഗവാദെ രാജ്യത്തെ സേവിക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചത്. ഡ്യൂട്ടിക്കിടെ അഗ്നിവീർ മരിച്ചാൽ 48 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷയും 44 ലക്ഷം രൂപ എക്സ്ഗ്രേഷ്യയും 4 വർഷത്തെ മുഴുവൻ ശമ്പളവും സേവന ഫണ്ടിൽ നിക്ഷേപിച്ച തുകയ്ക്കൊപ്പം സേവന ഫണ്ടും ലഭിക്കുമെന്ന് സൈനിക വെബ്സൈറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.